ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്ന് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. ഇത്തരം നിലപാടുകളിൽ നടപടി സ്വീകരിക്കും. ഏകീകൃത കുർബാന നടപ്പാക്കിയ പല പള്ളികളിലും ആത്മാർത്ഥമായ സമീപനം കണ്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആശങ്ക അകറ്റണമെന്നും സർക്കുലറിൽ പറയുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. വിഷ്ണു, മാർ റാഫേൽ തട്ടിൽ സ്ഥാനമേറ്റെടുത്തതിനു ശേഷം ഈ പറയുന്നത് പോലെ ഏകീകൃത കുർബാന പൂർണ്ണമായും നടപ്പാക്കാനാകുമെന്ന പ്രതീക്ഷയൊക്കെ പങ്കുവച്ചിരുന്നു. പക്ഷേ അത് നടന്നിട്ടില്ല. ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലുള്ള ആശങ്ക ഒഴിവാക്കണം എന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, സിനഡാനന്തര സർക്കുലറിലാണ് നിലവിൽ മാർ റാഫേൽ തട്ടിൽ തന്റെ അതൃപ്തി രേഖപ്പെടുത്തിയത്. നേരത്തെ തന്നെ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളിൽ സിനഡ് എത്തിയിരുന്നു. അതിൽ പ്രധാനമായും ഞായറാഴ്ച ദിവസമെങ്കിലും ഒരു കുർബാന ഒരു പള്ളിയിൽ ഏകീകൃത രീതിയിൽ നടപ്പാക്കണം എന്നായിരുന്നു. എന്നാൽ ചില പള്ളികളിൽ ഇപ്പോഴും അതിനോട് വിമുഖത കാണിക്കുന്നുണ്ട്. അത് അത്ര നീതീകരിക്കാനാവുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇനിയും അത്തരം നടപടികൾ തുടർന്നാൽ നടപടി സ്വീകരിക്കേണ്ടി വരും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഒപ്പം ഏകീകൃത കുർബാന നടപ്പാക്കുന്ന പള്ളികൾ അതിലൊരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് അദ്ദേഹം വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. മറ്റു വിഷയങ്ങൾ രാഷ്ട്രീയമായി കൂടി ആ സഭ തങ്ങളുടെ പ്രതികരണം വ്യക്തമാക്കുന്നു. അതിലൊന്ന് മുല്ലപ്പെരിയാറാണ്. ആശങ്ക നിലനിൽക്കുന്നുണ്ട് അവിടെ. പക്ഷേ അത് കൃത്യമായി സർക്കാർ ഇടപെടണം. തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് സുരക്ഷയും എന്ന നിലപാടിൽ സഭ ഉറച്ചു നിൽക്കുന്നു എന്നാണ് മാർ റാഫേൽ തട്ടിൽ തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന, വിവരങ്ങൾ നൽകുകയായിരുന്നു വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും.